കഴിഞ്ഞ 2 ദിവസത്തോളമായിട്ട് ശ്രീമാൻ മറുനാടൻ ഷാജൻസ്കറിയ ഒരു ആമുഖം എന്ന മാതിരി താങ്കളെന്തോ പുറത്തുവിടാൻ പോകുകയാണ്. ഒരു ഞെട്ടിക്കുന്ന വാർത്ത, ലോകത്തെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവിടാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് 1-2 വീഡിയോ ഉണ്ടാക്കി. അപ്പം ഞാനടക്കം ആകാംക്ഷയോടെ നോക്കായിരുന്നു. ഇലക്ഷനാണ് അടുത്ത് വരുന്ന അടുത്ത 8 ദിവസത്തിൽ കേരള നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ. ആരാണ് മുഖ്യമന്ത്രി, ആരാണ് UDF ആണോ LDF ആണോ അത് BJP ആണോ കേരളം ഭരിക്കുന്നത്. അപ്പുറം ഞെട്ടിക്കുന്ന വാർത്ത. കാരണം അദ്ദേഹത്തിന് അതിന് സ്വാധീനമുണ്ട്. വ്യക്തികൾ, ഒട്ടനവധി ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ മാധ്യമം കാണുന്നവരാണ്. അങ്ങനെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിൽ അദ്ദേഹം കൊണ്ടുവന്ന വിവരമെന്ന് പറഞ്ഞത്, ഈ നമ്മൾ പറയും ഹൈപ്പ് ബിൽറ്റ് ചെയ്യുക എന്ന് പറയും. ഹൈപ്പ് ബിൽറ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഒരുപക്ഷെ വലിയ ഇതാക്കുന്ന ബ്രേക്കിംഗ് ന്യൂസുകൾ വരാറുണ്ട്. പക്ഷെ അദ്ദേഹം കൊണ്ടുവന്ന വിഷയം ഓൾറെഡി മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയും എല്ലാവർക്കും അറിയുന്നതായ കരിമണൽ കർത്ത അല്ലെങ്കിൽ ശശിധരൻ കർത്ത എന്ന വ്യക്തി ആലപ്പുഴ ആ ഭാഗത്തൊക്കെയുള്ള കടലോരത്തിൽ നിന്നും കരിമണലെടുത്ത് വിൽക്കുന്നതിനെ പറ്റിയും അതിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ. കാരണം 350 കോടി രൂപയോളമാണ് ഇതിൽ കൈക്കൂലി കൊടുത്തിരിക്കുന്നത്. അത് ഇരുപക്ഷത്തുള്ള രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. ഞാൻ മുൻകാലങ്ങളിലും നിങ്ങളോട് പറയാറുണ്ട്, നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നവരല്ല. ഈ നമ്മളുടെ രാത്രി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സൗഹൃദം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്തരം സൗഹൃദത്തിലാണ് ഇടതെന്നും വലുതായാലും BJP ആയാലും എല്ലാം. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധായകനെ പിടിച്ച് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിക്കൊന്നും പറയാനില്ല, കരമന സുധീറിനൊന്നും പറയാനില്ല, മുകേഷിനൊന്നും പറയാനില്ല, സിദ്ദിഖിനൊന്നും പറയാനില്ല, ആർക്കൊന്നും പറയാനില്ല. അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. കാരണം നമ്മുടെ മുമ്പിൽ വെറുതെ സാധാരണ വോട്ട് ചെയ്യുന്നവൻ്റെ മുമ്പിൽ രാഷ്ട്രീയം കളിക്കുന്നത്. അത് എവിടെയെങ്കിലും പോട്ടെ, രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക്. ഇനിയിപ്പോൾ ഈ മറുനാടൻ്റെ വിഷയത്തിൽ വരുമ്പോൾ 350 കോടി രൂപ കരിമണൽ ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒട്ടനവധി വീഡിയോകളിൽ ഞാനിത് പ്രതിപാദിച്ച വിഷയമാണ്. ഒപ്പം തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റിയിരിക്കുന്ന രാഷ്ട്രീയക്കാരൻ മറുനാടൻ ഷാജൻ വിളിച്ച് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിക്കാണ്. ആ ലിസ്റ്റ് വായിക്കുമ്പോൾ ഞാൻ കേട്ടത് 50 ലക്ഷം 50 ലക്ഷം 50 ലക്ഷം, ഏകദേശം 2-3 മാസത്തിനുള്ളിൽ 50 വെച്ച് കൊടുത്തിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിക്കാണ്, മുസ്ലിം ലീഗിൻ്റെ. രണ്ടാമത് അതിൽ പറ്റിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്, OC എന്ന പേരിൽ 50 ലക്ഷം 15 ലക്ഷം 25 ലക്ഷമായിട്ട്. പിന്നെ രമേശ് ചെന്നിത്തല, VD സതീശൻ തൊട്ട് ഒട്ടനവധി ആൾക്കാർ. പിന്നെ ആണ് PV, അത് പിണറായി വിജയനാണെന്നാണ് പറയുന്നത്. പിണറായി വിജയൻ്റെ പേരിൽ 15 ലക്ഷമോ 10 ലക്ഷമൊക്കെയാണ് പറയുന്നത്. പിന്നെ പന്ന്യൻ രവീന്ദ്രൻ, ചില പേരുകൾ വരുമ്പോൾ ഇയാൾ പറയും. പിന്നെ വടയാർ സുനിലോ ഇതൊക്കെ വരുമ്പോൾ അവൻ കുഴപ്പമില്ല കേട്ടോ, അവനെടുത്ത് അവൻ 10 ലക്ഷമല്ലേ വാങ്ങിയുള്ളൂ. ഇദ്ദേഹം ന്യായീകരിക്കുക. ശ്രീ മറുനാടൻ ഷാജൻ ന്യായീകരിക്കുകയാണ്. അത് പന്ന്യൻ രവീന്ദ്രൻ 1 ലക്ഷം, അത് കുഴപ്പമില്ല കേട്ടാ, അത് കുഴപ്പമില്ല, അത് ആൾ കുഴപ്പമില്ല. എന്താ കുഴപ്പക്കേട്? ഈ 1 ലക്ഷം, അത് നല്ല മനുഷ്യനാ, അതുകൊണ്ട് കുഴപ്പമില്ല. ആൾ നല്ല മനുഷ്യനായിക്കോട്ടെ. 1 ലക്ഷം കരിമണ്ണിൽ കറുത്തട്ടെ എന്ന് വാങ്ങിയത് കരിമണ്ണിൽ കൊണ്ടുപോയി അഴിമതി കാണിക്കാനാണോ കൊണ്ടുപോയിരിക്കുന്നത് എന്ന് ഷാജൻ ഇത് ചെയ്യണം. ഈ 1 ലക്ഷം എന്തിനാ കരിമണൽ കർത്തയുടെ എന്ന് പന്ന്യൻ രവീന്ദ്രൻ വാങ്ങിയിരിക്കുന്നത്? അദ്ദേഹം ഒരു പക്ഷേ നല്ല ഒരു രാഷ്ട്രീയക്കാരൻ, നല്ല മനുഷ്യനായിരിക്കാം. മറ്റുള്ളവരുടെ പേര് പറയുമ്പോൾ ഇത് പറഞ്ഞൂടെ? ഒപ്പം തന്നെ ഒട്ടനവധി മാധ്യമപ്രവർത്തകർ, അദ്ദേഹം ആ മാധ്യമപ്രവർത്തകരുടെ പേര് പറഞ്ഞില്ല. 16 കോടി രൂപ ഈ പുസ്തകത്തിൽ മുമ്പേ പുറത്തു വന്ന എന്താണ്, ഇദ്ദേഹം ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ബദ്ധശത്രുവായ പിണറായി വിജയനെയാണ്. പക്ഷെ അടി കൊണ്ടത് മുഴുവനും ഇദ്ദേഹം അറിഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണോ VD സതീശനും OC ഉമ്മൻചാണ്ടി, RC രമേശ് ചെന്നിത്തല, ഈ വക ടീമുകൾ, കുഞ്ഞാലിക്കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത്. അപ്പോൾ ഇദ്ദേഹം നമുക്കറിയാവുന്ന പോലെ BJPനെ സുഖിപ്പിച്ച് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാരൻ VD സതീശൻ മുഖ്യമന്ത്രി ആവണം എന്നൊക്കെ വിചാരിച്ച് അതിൻ്റെ രീതിയിൽ നടക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീമാൻ മറുനാടൻ ഷാജൻ. ഇത്രയും ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പൊളിക്കുമെന്ന് വിചാരിച്ച് വന്നപ്പോൾ, എന്നിട്ട് ഇദ്ദേഹം ഇതിന് കൊടുക്കുന്ന ആ ഒരു ബിൽറ്റപ്പ് എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം പറയാം ഞാൻ ചിലപ്പോൾ മരിച്ചു. ഇതിൽ പറ്റിയത് ശ്രീമാൻ പിണറായി വിജയന് പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ, അല്ലറ ചില്ലറ കേസിനൊന്നും പോലീസിനെ വിട്ടത് സംസാരിക്കുന്നവർ സംസാരിച്ച് തീരട്ടെ എന്ന് വിചാരിക്കേണ്ടതായിരുന്നു. നല്ല കേസുകളുണ്ടെങ്കിൽ മാത്രമാണ് ഈ പോലീസുകാരെ പിന്നാലെ, മറുനാടൻ ഷാജൻ്റെയൊക്കെ പിന്നാലെ വിട്ട്. ഇത് നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും ഇദ്ദേഹത്തിനെ വളർത്താനുള്ള കാരണം ശ്രീമാൻ ഈ ഇടതുപക്ഷ സർക്കാരാണ്.
ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ പോലീസിനെ വിടുന്നു, ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു, ഇയാളപ്പോൾ പറയുന്നു തൊലയട്ടെ തൊലയട്ടെ പിണറായി വിജയൻ തൊലയട്ടെ. ഇദ്ദേഹത്തിന് ആ ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്തത് ഇടതുപക്ഷ സർക്കാരാണ്. അത് പാടില്ല. കാരണം അദ്ദേഹം സംസാരിക്കും ക്രൈം ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ. അതല്ലാണ്ട് ഈ പോലീസിനെ വിട്ടിട്ടുണ്ട് ഒരാളെയും ഇന്നത്തെ കാലത്ത് പേടിപ്പിച്ച് നിർത്താൻ പറ്റില്ല, വായടപ്പിച്ച് നിർത്താൻ പറ്റില്ല. കാലം മാറി. സ്വാധീനവും രാഷ്ട്രീയമൊക്കെ വെച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാമെന്നല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല. അത് ഇദ്ദേഹത്തിനെ വളർത്തിയത് അതാണ്. അപ്പോൾ ഇപ്പോഴും ഇന്നും പറയുന്നത് എന്നെ ചിലപ്പോൾ കൊല്ലാനുള്ള ഇതൊന്നും ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. മുമ്പ് പത്രമാധ്യമങ്ങളിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ തന്നെയല്ല, അടി കിട്ടണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൻ തന്നെ കുഞ്ഞാലിക്കുട്ടി എന്നെ ചിലപ്പോൾ കലക്കുള്ളൂ ഇദ്ദേഹത്തിന്. വി.ഡി. സതീശനും കുഞ്ഞാലിക്കുട്ടനും താങ്ങിയത് മുഴുവനും കോൺഗ്രസിനാണ്. അത് അറിഞ്ഞിട്ടാണോ അറിയാണ്ടാണോ എന്നുള്ളത് അറിയില്ല. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരു 4 വർഷം മുമ്പ് ശ്രീമാൻ യൂസഫ് അലിയുമായിട്ടുള്ള വിവാദമായിട്ട് അയാളുടെ വ്യക്തിപരമായിട്ട് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ പോട്ടെ, അദ്ദേഹത്തെ പറ്റി വലിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാള് പണിയുന്നതിനെ പറ്റിയും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും അത് തെക്ക് മാത്രം പണിയുന്നതിനെ പറ്റിയൊക്കെ താങ്കൾ പറഞ്ഞിരുന്നു. അതിലൊരു 160 വീഡിയോ താങ്കൾ മറുനാടൻ മലയാളി എന്ന ആ ചാനൽ താഴ്ത്തി. അപ്പോൾ താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സുപ്രീം കോടതിയിൽ പോയി, ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നത്, സുപ്രീം കോടതിയിൽ പോയി ഞാൻ എൻ്റെ സംസാര സ്വാതന്ത്ര്യവും പത്രമാധ്യമ ധർമ്മവും ഇത് 4 കൊല്ലമായി. എന്തെങ്കിലും പറയാനുണ്ടോ? വളരെയധികം ദുരൂഹമാണ്, വളരെ ദുരൂഹമാണ്. കാരണം അത് താങ്കളുടെ സംസാര സ്വാതന്ത്ര്യമായിരുന്നു. ഒപ്പം തന്നെ വളർന്നു വരുന്നവർക്കും യൂട്യൂബിലും താങ്കൾ ഒരു പക്ഷേ ഈ എന്തോ പോലത്തെ വസ്ത്രമൊക്കെ ഇട്ടിട്ട് ലളിതമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഇതിൽ നിന്ന് ചാനലിൽ നിന്ന് കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. താങ്കൾ നല്ല വസ്ത്രമൊക്കെ ഇട്ട് വന്നിരിക്കാം വേണമെങ്കിൽ. ഒരു എന്താ പറയുക, ചില ആൾക്കാർ ദാരിദ്ര്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എളിയവനാണ് എന്ന് കാണിക്കാൻ ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കുന്നു പറയും. കാരണന്മാർ പറയേ ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കുന്നു പറയും. അതാണ് താങ്കളുടെ സ്ഥിതി. ഈ ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, ഞാൻ തികഞ്ഞവനാണ്, കണ്ടില്ലേ ചീഞ്ഞ വസ്ത്രം ഇട്ടേക്കണമെന്ന് കാണിക്കുന്നൊരു രീതി താങ്കൾക്കുണ്ട്. അത് ആദ്യം എടുത്ത് കളയാ താങ്കൾ. ആദ്യം ശ്രീമാൻ മറുനാടൻ ഷാജിത്തിന് നല്ല വസ്ത്രം ആ ഒരു ഇത് തന്നെ ഇട്ടിട്ട് അതൊരു മാനസിക രോഗം കൂടിയാണ് കേട്ടോ, മാനസിക രോഗം കൂടിയാണ്. താങ്കൾ എന്ത് വസ്ത്രം ധരിച്ചാലും താങ്കളുടെ സ്വാതന്ത്ര്യം. പക്ഷേ ഇത് കാണിക്കാൻ വേണ്ടി കാണിക്കണോണം. അപ്പോൾ താങ്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ, താങ്കൾ ഇന്ന് കൊടുത്ത പണി മുഴുവനും UDFിനെ കിട്ടാൻ പോണേ ഈ 8 ദിവസത്തിലെ ഇലക്ഷന്. കാരണം താങ്കൾ പറഞ്ഞ പേരിൽ കാശ് മുഴുവനും കൊണ്ടുപോയിരിക്കുന്നതാണ്. പിന്നെ താങ്കൾ അലക്കി വെളുപ്പിക്കാൻ നോക്കുന്നത്. അവൻ വാങ്ങി, പന്ന്യൻ രവീന്ദ്രൻ വാങ്ങിയതുകൊണ്ട് കുഴപ്പമില്ല, ബാക്കിയെല്ലാവരും വാങ്ങിയതും എന്താ കുഴപ്പം? താങ്കൾക്ക് വേണ്ടപ്പെട്ട പേരുകൾ താങ്കൾ അലക്കി വെളുപ്പിക്കാൻ നോക്കണു. പന്ന്യൻ രവീന്ദ്രൻ മോശമാണോ അതോ ഉമ്മൻചാണ്ടി മോശമാണോ പിണറായി വിജയൻ മോശം? തുല്യരാണ് ഇവർ. അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ അതാണ് മുന്നോട്ട് വയ്ക്കുന്ന വിഷയം. അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഇതാണ് മാധ്യമങ്ങൾ സംഘടിതമായിട്ട് 16 കോടിയുടെ കണക്ക് പറഞ്ഞില്ലേ, 16 കോടി പുറത്തു വന്നിട്ടുള്ളതാണ് മാധ്യമങ്ങൾ വാങ്ങിയിട്ടുണ്ട്. വീണ വിജയൻ വാങ്ങിയിട്ടുണ്ട്, പിണറായി വിജയൻ വാങ്ങിയിട്ടുണ്ട്, ഉമ്മൻചാണ്ടി വാങ്ങിയിട്ടുണ്ട്, പന്ന്യൻ രവീന്ദ്രൻ വാങ്ങിയിട്ടുണ്ട്, ചെന്നിത്തല വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അത് ചിലപ്പോൾ ആണെങ്കിലേ അത് വീട്ടിലേക്കായിരിക്കില്ല കേട്ടാ, അത് പാർട്ടിക്കായിരിക്കും എന്നൊക്കെ താങ്കൾ താങ്കൾ എന്ത് ബ്രേക്കിംഗ് ന്യൂസാണ് കൊണ്ട് 3 ദിവസം ബിൽറ്റ് ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുവന്നേ? മനുഷ്യർ മടുത്തു പോകുന്നൊരു ന്യൂസ്. മാന്യമായിട്ട് പറയൂ. താങ്കൾക്ക് തിരിപ്പ് ഇത് കാണുന്ന പ്രേക്ഷകരൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ താങ്കൾക്ക് അല്പം, അതായത് അത് താങ്കൾക്ക് വിനയാന്വിതനാണ്, എളിയവനാണെന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും താങ്കളുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത് പുറത്തു വരുന്നുണ്ട്. എന്നാൽ സത്യത്തെ നേരിടാൻ താങ്കൾക്ക് നല്ല വ്യക്തമായ പേടിയുണ്ട്. ഇത്രയാണ് ഞാൻ ഇങ്ങനെയൊരു ഹൈപ്പ് ഉണ്ടാക്കി മനുഷ്യരെ പറ്റിക്കരുത്. താങ്കൾ വെച്ചത് ഇനി 8 ദിവസത്തിൽ താങ്കൾ വേറെ എന്തൊക്കെയാണ് കൊണ്ടുവരാൻ പോണേന്നുള്ളത് അറിയില്ല. പക്ഷേ ഇത് താങ്കൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് താങ്കളുടെ ചാനലിലേക്ക്, കാരണം കാണുന്നവർക്ക് മനസ്സിലാവും താങ്കളുടെ ഒരു ഇത് BJPക്കാരുടെ കൂടെയാണെന്നും പറഞ്ഞ് മോഡി നമ്മുടെ മോഡി എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന താങ്കളുടെ ഇതുകളൊക്കെ ഉണ്ടല്ലോ, അത് വ്യക്തമായിട്ടും ഒരു കാപ്പട്ടി മാത്രമാണ് താങ്കൾ കാണിച്ചു കൂട്ടുന്നതെന്ന് താങ്കൾ മനസ്സിലാക്കുക.